പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ മീഡിയകളെല്ലാം തന്നെ ഇന്ന് ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഇപ്പൊ സംഭവിക്കും എന്നുള്ള മട്ടില് നമ്മളെയൊക്കെ ആശങ്കാകുലരാക്കുകയാണ്. ചാനലുകാർ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയും നിങ്ങളുടെ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പടച്ചുവിടുന്നതായിട്ടുള്ള ഇതേപോലെയുള്ള തെറ്റായ വാർത്തകൾ മനുഷ്യരുടെ തലച്ചോറിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, ഭീതി ഉണ്ടാക്കുന്നുണ്ട്, ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാക്കുന്നുണ്ട് ആളുകൾക്ക്. നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ പുറകെത്തുമ്പോൾ വാഴ വെട്ടിയിട്ട് ആളുകളെ ഭീതിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട്? ഇവിടെ മാന്യത നിങ്ങൾ കാണിക്കണ്ടേ? ഏവർക്കും സ്നേഹവന്ദനം. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ മീഡിയകളെല്ലാം തന്നെ ഇന്ന് ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബഹുമാന്യനായ MA യൂസുഫ് അലി സാറ് വളരെ ശക്തമായി പറഞ്ഞു, UAയിലും മറ്റും എല്ലാ ചാനലുകളും പ്രത്യേകിച്ച് മലയാള ചാനലുകൾ നിരീക്ഷിച്ചു വരികയാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ഭീതി പരത്തുന്ന തരത്തിൽ അവരവർക്ക് തോന്നുന്ന വിധത്തിലൊക്കെയുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലുള്ള നമ്മുടെ സ്നേഹിതന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നത്, യുദ്ധം ഞങ്ങൾക്കാർക്കും ഒരു പുത്തരിയല്ല. അവരെല്ലാവരും ചെറുപ്രായം മുതൽ തന്നെ യുദ്ധം കണ്ട് വളർന്നിട്ടുള്ള ആളുകളാണ്. മാത്രവുമല്ല അവിടെ യുദ്ധഭീതി ഒന്നും തന്നെ ആരെയും ഏശുന്നുമില്ല. ദിനംതോറും അവരുടെ ജീവിതചര്യയായിട്ട് മാറിയിരിക്കുകയാണ് ഈ വെടിപൊട്ടലും ഈ പറയുന്ന സാധനങ്ങൾ താഴെ വീഴലും. അതൊന്നും അവരെ ബാധിക്കുന്നേയില്ല. അവരുടെ കടകൾ അവർ തുറന്നു വെച്ചിരിക്കുന്നു. ഓഫീസുകളിൽ സാധാരണ പോലെ തന്നെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കേരളത്തിൽ നിന്ന് പോയി ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയി ജോലി ചെയ്യുന്ന ആളുകൾ, അവരെല്ലാം ജോലി ചെയ്യുന്നു. എപ്പോഴൊക്കെ സൈറൻ മുഴങ്ങുന്നു അപ്പോൾ അവർ ബങ്കറിൽ പോയി അഭയം തേടുന്നു. അത് കഴിഞ്ഞിട്ട് അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു ജീവിതചര്യയായിട്ടാണ് അവരെടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ചില മാധ്യമങ്ങൾ എന്തോ ഇപ്പൊ സംഭവിക്കും എന്നുള്ള മട്ടില് നമ്മളെയൊക്കെ ആശങ്കാകുലരാക്കുകയാണ്. ചാനലുകാർ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയും നിങ്ങളുടെ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പടച്ചുവിടുന്നതായിട്ടുള്ള ഇതേപോലെയുള്ള തെറ്റായ വാർത്തകൾ മനുഷ്യരുടെ തലച്ചോറിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, ഭീതി ഉണ്ടാക്കുന്നുണ്ട്, ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാക്കുന്നുണ്ട് ആളുകൾക്ക്. ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. പല ആളുകളും സംസാരിക്കുമ്പോൾ പറയുന്ന വെച്ചാൽ ആകെ ഭയമാകുന്നു. മനുഷ്യരെ ഭീതിയോടുകൂടെ ഉറക്കാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിൽ മീഡിയകളെല്ലാം തന്നെ തരം താണിരിക്കുകയാണ് കേരളത്തിലെ മീഡിയകൾ. നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ പുഴ കത്തുമ്പോൾ വാഴ വെട്ടിയിട്ട് ആളുകളെ ഭീതിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട്? ഇച്ചിരി മാന്യത നിങ്ങൾ കാണിക്കണ്ടേ? നിങ്ങളൊക്കെ മീഡിയ പേഴ്സൺസ് എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കുറേ റെസ്പെക്റ്റ് തന്നിരുന്നു. പക്ഷേ ആ റെസ്പെക്റ്റിനൊന്നും നിങ്ങൾ അർഹരല്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ തരം താഴുകയാണ്. അതുകൊണ്ട് എല്ലാ മീഡിയകളും പ്രായമുള്ള ആളുകളും ചെറുപ്പക്കാരും അതുപോലെ സോഷ്യൽ മീഡിയകളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ പടച്ചുവിടുന്നതായിട്ടുള്ള നിങ്ങളുടെ സ്വയസിദ്ധമായിട്ടുള്ള വാർത്തകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വാർത്തകൾ, അത് എങ്ങനെയാണ് കേൾവിക്കാരെ സ്വാധീനിക്കുന്നത്, ബാധിക്കുന്നത് എന്ന് കേൾക്കുവാൻ തക്കോണം കഴിയണം. നമ്മുടെ രാജ്യത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെയാണ് വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലൊക്കെ ജോലിക്ക് ആളുകൾ പോയത്. അവരുടെ വരുമാനം കൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വിഘാതം വരുന്ന വിധത്തിൽ, അതിനൊക്കെ മാനസിക ആഘാതം വരുത്തുന്ന വിധത്തിൽ നിങ്ങൾ വാർത്തകൾ പടച്ചുവിടരുത് എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ. അതുകൊണ്ട് നമ്മൾ യുദ്ധത്തെക്കുറിച്ച് അറിയണം. യുദ്ധം നടക്കുന്നുണ്ട്, അത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ചില കാര്യങ്ങളായിട്ടൊന്നും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് ഞാൻ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ, വസ്തുതകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാനായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇസ്രായേൽ വേഴ്സസ് ഇറാൻ. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വൈരാഗ്യം പല വർഷങ്ങളായി തുടരുന്ന ഒന്നാണ്. ഇറാൻ തൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതിയും ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണയും കാരണം 2026 ഫെബ്രുവരി അവസാനം മുതൽ ഇസ്രായേൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ സൗകര്യങ്ങൾക്കും നേരെ വ്യോമാക്രമണം നടത്തി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അമേരിക്കയുടെ പങ്ക് ഇതിനകത്ത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ്രായേലിന്റെ പ്രധാന സഖ്യരാജ്യമാണ്. അമേരിക്കയും ഇറാന്റെ ആണവ വികസനവും മിഡിൽ ഈസ്റ്റിലെ സ്വാധീനവും ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം അമേരിക്കയും നേരിട്ട് സൈനികമായി ഇടപെടുകയുണ്ടായി. അമേരിക്കയുടെ ഗൾഫ് പ്രദേശത്തെ സൈനിക താവളങ്ങൾ ഇറാന്റെ ആക്രമണ ലക്ഷ്യമായിട്ട് മാറുകയുണ്ടായി. ഇറാന്റെ പ്രതികാരം കൂടെ നമ്മൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ച് ആക്രമിക്കാനായിട്ട് ആരംഭിച്ചു. ഇസ്രായേലിലെ നഗരങ്ങൾ, ഗൾഫ് പ്രദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, പ്രധാന വിമാനത്താവളങ്ങൾ, ഇറാൻ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പൽ ഗതാഗതം തടയുമെന്ന് ഭീഷണിപ്പെടുത്തി. ലോകത്തിലെ ഏകദേശം 20% എണ്ണ ഇതുവഴിയായിട്ടാണ് കടന്നു പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചും കൂടെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കണം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. ചില സ്ഥലങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണി ഇവരെ നേരിടുന്നുണ്ട്. ചില രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാതെ നയതന്ത്രപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം. പ്രോക്സി ഗ്രൂപ്പുകളുടെ പങ്കും കൂടെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇറാൻ പിന്തുണ നൽകുന്നതായിട്ടുള്ള ചില ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണമായിട്ട് ലെബനനിലെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തിരിച്ച് പ്രത്യാക്രമണവും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് യുദ്ധം ഒരു രാജ്യത്തിന്റെ മാത്രം നിലനിൽക്കാതെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ വ്യാപിപ്പിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത ഒരു സംഭവം കൂടിയാണ്. യുദ്ധം എന്തുകൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഇറാന്റെ ആണവ പദ്ധതി ഇസ്രായേലും അമേരിക്കയും വളരെയധികം ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ഇറാൻ ആണവ ആയുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന് അവര് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രാദേശിക അധികാരം ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ശക്തമായ സ്വാധീനം നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് യുദ്ധത്തിന് പറയുന്നത്. ഇത് ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നയതന്ത്ര പരാജയം കൂടെ നമ്മൾ ഇതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മുമ്പുണ്ടായിരുന്ന കരാറുകളും ചർച്ചകളും പരാജയപ്പെട്ടതോടെ സൈനിക നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഇത് ലോകത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്നാണ് ആഗോള നിക്ഷേപത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും ഇത് മുഖാന്തരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രാ സുരക്ഷാ പ്രശ്നങ്ങൾ വലിയ തോതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ മനുഷ്യനാശം ഇത് മുഖാന്തരം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ലളിതമായ ഒരു സാരാംശം നമ്മൾ പറയുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി: ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തുന്നു, അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, നേരിട്ട് ഇടപെടുന്നു, ഇറാൻ മിസൈൽ ആക്രമണങ്ങളിലൂടെ പ്രതികാരം ചെയ്യുന്നു, ഗൾഫ് രാജ്യങ്ങൾ ഭീഷണി നേരിടുന്നുണ്ട്, ചിലർ അമേരിക്കയെ പിന്തുണയ്ക്കുന്നു, ഹിസ്ബുള്ള പോലെയുള്ള ഇസ്രായേലിനെതിരെ ആക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ള പ്രോക്സികള്, ഇറാന്റെ പ്രോക്സികള് ശക്തമായിട്ട് അവർ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെതിരെയും ശക്തമായി തന്നെ തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇനിയൊരു ഇസ്രായേൽ ഇറാൻ സംഘർഷം മാത്രമല്ല, ഇത് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധമായി മാറാനുള്ള സാധ്യതയുള്ള സംഘർഷമാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. പ്രശ്നങ്ങളെ സങ്കീർണമാക്കുകയുള്ളൂ. തലമുറകളെ ബാധിക്കും. നമ്മുടെ തലമുറ മാത്രമല്ല, വരുന്ന തലമുറ പോലും കൂടുതൽ ശത്രുതകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യുദ്ധം എങ്ങനെയും വേഗത്തിൽ അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് സർവശക്തനായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടിലച്ചൻ.